ഈ നിൽക്കുന്നതാണ് ഈച്ച കണ്ടുപിടിച്ച മകൻ. ഇയാളുടെ പേരാണ് കാമ്പിളി. പണ്ട് കാടും മലയും ഇറങ്ങി മാറിയ കരയിൽ വന്ന് താമസം തുടങ്ങിയ ജോസിന്റെ ഏക സന്തതി അനീഷ്. ഇതെന്റെ ഒരു കൊത്തിയിട്ട് തീരെ കേട്ടോ. കാമ്പിളി കണ്ടുപിടിച്ചാടാ ഇത് വേറെ എന്ത് സാമാനാണ്. കാണിയല്ല വീഡിയോ പിടിച്ച് വെച്ചേക്കാണെങ്കിൽ കാണിച്ചു കൊടുക്കല്ലോ. നമ്മളല്ല ഇവനാ വിളിച്ചെന്ന് അറിയാലോ. അങ്ങോട്ട് വിളിക്കണ എന്തിനാടാ? വിളിച്ചൊന്നുമല്ല. ഒരു കല്ല് പോലും അതെല്ലാം എടുത്ത് തന്നെയല്ലേ എത്ര എന്താണല്ലോ. പോരട്ടെന്നേ, നമുക്ക് ഓടാന്നിട്ട്. ആ അതിന്റെ മുകളിലാടാ, ആ കല്ലിലേക്ക് മുകളിലേക്ക് അയച്ച ഇറങ്ങുന്നുണ്ട്. അടിക്കണോ? ഒറ്റ വിടുവല്ലേ ഇത്? ചോറ് കൊടുക്കണോ? ചോറ് വേണോ? വീഡിയോ പിടിക്കുന്നുണ്ട്, സൗണ്ട് വരും. അധികം കുത്തിയിട്ട് ചിലപ്പോൾ അതിന് മുമ്പ് ആ മുകളിലൊരു ചെറിയ കല്ലിരിക്കണ്ടോ? ആ കല്ലും എടുത്ത് ആ കല്ലൊന്നും എടുക്കണ്ട. വീഡിയോഗ്രാഫർ ഈ വലിയ കല്ലോടെ എടുത്തു കഴിഞ്ഞാൽ ആ റാതിലെടുക്കാം. എല്ലാം കൂടെ ആ കല്ലെടുക്കുമ്പോൾ ചിലപ്പോൾ അടിച്ചിലായിട്ട് അതിന്റെ ആ കല്ല് എടുക്കണ്ട വിഷയോ, അല്ലാതെ റാതിലെടുക്കാൻ പറ്റും. അതേ പറഞ്ഞു ഈ അന്നേരം പൊരിയല്ല അതിന്റെ മുകളിലത്തെ കല്ലുകളൊക്കെ എടുത്ത് വേണം. ആ കല്ല് എടുക്കുവാൻ എളുപ്പമായിരിക്കും. ആ കല്ലിങ് എടുക്കുവാണെങ്കിലേ പറ്റുള്ളൂ. ഈ ആ കല്ല് കടിക്കണോ? അപ്പൊ അങ്ങോട്ട് എന്നെയും കൊത്തി ഇതുണ്ടോ? ഈ സാമാൻ നല്ല കടി കേട്ടോ. ചുമ്മാ ഇരുന്ന് നമ്മളെ കയറി പിടിച്ച് കൊത്തും. കിട്ടിട്ട് പോകണമെന്ന് ഒരു മൈലില്ല പയർ കൊത്താ കടി അധികം. നീ ഓടിക്കണ്ട പക്ഷേ നല്ല സുഖാട്ടോ. കണ്ണൊക്കെ മാറി വേദനയുണ്ടോ? വേദന ഇത് കടിച്ച നല്ല വേദന. ഇത് എന്റെ മുട്ടിനത് മരുന്ന് കുത്തിയ പോലെ ഇപ്പോഴും വേദന. നാളെ പോകാനുള്ള കാര്യമില്ല. എടക്ക് നല്ല ഓടിച്ചിട്ട് കൊത്തല. അല്ലെ ആ കൈ കൊണ്ട് അങ്ങ് ചെല്ലുമ്പോ കൊത്തില്ല. ഈ പൂറ കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നി ഉറപ്പല്ലേ ഇത് കൊച്ചിനെ നോക്കും പുറണില്ല. എന്റെ മോളിൽ കണ്ടു സംഭവത്തിൽ തേനുണ്ട്. വെള്ള റാവില കമ്പിങ് മാറ്റാം. ഓരോരോ കല്ല് പയ്യന് താഴെ കിട്ടാൻ മതി കമ്പി കൊണ്ട്. ഇപ്പൊ എല്ലാം പേപ്പറാണോ? ആ കമ്പി കൊണ്ട് കുത്തി കിട്ടണം. ഹാൻഡിക്യാപ്പൊക്കെ ആയിട്ട് വരാറുണ്ട്. ഈ കമ്പി കൊണ്ട് ഓരോന്നും താഴേക്ക് വരും. ഈ ഒരു വിഷയമില്ലായിരുന്നു. ഭയങ്കര കൊത്താ. ഇത് മടി ആ കറുത്ത ഈച്ച മടിയാണ്. എനിക്ക് അങ്ങനെ മടിയനീച്ച കടിക്കണത് കൊത്തണത് അതല്ല. മടിയൊന്നുമല്ല, ഇത് കൂടിയ കറുത്ത തനി. ഇത് കാട്ട് കണ്ടുപിടിച്ച ആൾക്കാർ പെട്ടെന്ന് കാണാൻ മുഴുവൻ അവിഞ്ഞു പോയി കാണും. അതെ, നാളെ പിന്നെ പറയാം. കല്ലുകൾ പ്രശ്നം കൊച്ചിന്റെ പുറകെ അതിന്റെ തലയിൽ കയറി.
ഇവിടെ കമ്പി ഇവിടെ എന്താ കുറച്ച് കൂടി വന്നോണ്ടാ പിടിക്കും ഇത് വീട്ടിൽ ചെന്നാലും അവിടെ ഒരു അവിടെ വന്ന് കൊത്തുന്നില്ല കൊത്തിയിട്ടേ പോകുള്ളൂ. അപ്പൊ എത്ര മതി എല്ലാം മതി ഈ താഴെ ഇങ്ങനൊരു കമ്പില്ലേ അതങ്ങ് എടുക്കാൻ പറ്റും അത് തുണവില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഈ മണ്ണ് ഇത്തിരി കയ്യിൽ കുറച്ച് ഈ മണ്ണും കൊടുത്ത് അതിന്റെ ഇപ്പുറത്തെ മണ്ണും എടുക്കുക ആ കല്ലിന് പോരും എടുക്കുക തുള വിസ്താറാവുമല്ലോ സ്വസ്ഥായിട്ട് ഞാൻ ഇങ്ങനത്തെ വലിയ കല്ലെടുക്കുക വലിയ കല്ലെടുക്കാൻ ഇച്ചിരി താമസമുണ്ട് വലിയ പണികൾ ഇരിക്കണേ അങ്ങനൊന്നുമല്ല മോളിരിക്കണ ഇരിക്കണേ കണ്ടോ ഇവിടെ ഈ പ്ലാസ്റ്റിക്കിന്റെ കൂടൊക്കെ വന്ന് അടിഞ്ഞാണല്ലോ അതൊക്കെ മാറ്റിന്റെ ശുചോ പക്ഷെ ഇങ്ങനത്തെ വലിയ ലെഫ്റ്റ് അതിനടുത്ത് മാറ്റിക്കളയാ നല്ലത് ഉരുണ്ടി ആയിരിക്കും തേന എടുക്കുമ്പോ മാറിയെന്നാ പോ പിന്നെ ഇതെല്ലാം കയറുന്നുണ്ടോ ഇച്ചിരി അടുത്ത് നിന്ന് പിടിക്കുക എന്നാലും അടുത്ത് എനിക്ക് എന്നാലും ഈച്ച കൊത്തു എന്തെങ്കിലും ഇതൊന്ന് പിടിക്കാം ഒരു കല്ലോടെ എടുക്കണോ ഇതൊന്ന് പിടിച്ചാ അടുത്ത് കൈ കൊണ്ടല്ലേ അതായില്ല ഇപ്പൊ രാത്രി പുതിയ പഴയ മുട്ട എന്തെങ്കിലും ആയിട്ടല്ലേ കമ്പി എടുക്കുക അത്ര ഉള്ളു നമുക്ക് തേനുണ്ട് പുതിയ തേനാണോടാ അത്രേ ഉള്ളൂന്ന് തോന്നുന്നു അല്ലേ അത്ര കൊടുക്കുന്നുണ്ട് അത് നീ എടുക്കുന്നുണ്ടോ ഹണ്ടിങ് ഒക്കെ എടുക്കുന്നുണ്ട് നമ്മള് വീഡിയോ ഓണാ വീഴ്ചയുണ്ടല്ലോ ഇപ്പൊ തേൻ പോകുന്ന സ്ഥിതിക്ക് ഇനി കൊത്തിയില്ലാന്ന് പ്രതീക്ഷിക്കാം പിന്നെ മതിയോ അടന്നു പോകുന്നില്ലടാ മുഴുവൻ പോകുന്നില്ല അല്ലേ ഉണ്ടോ അപ്പൊ തേനിരിക്കുന്ന ആ ഭാഗം മോളെ പക്ഷെ നോക്കണം കേട്ടോ ചില അകത്തേക്ക് കാണാൻ ചാൻസുണ്ട് കുറച്ച് ഇത്രയും പുതിയ ഇതുണ്ടോ അതിന്റെ എല്ലാം തേന മുകളിൽ ഇരിപ്പുണ്ട് ഇത് മൊത്തം പിഴിഞ്ഞ കറക്റ്റാ അതല്ല ഷിജോ അതിന്റെ ആ തേനെ കൊച്ചെടുക്കണില്ലേ അതിന്റെ തേൻ പാവം മുകളിൽ ഇരിപ്പുണ്ടാ പക്ഷെ അവിടെ ഒരു പീസോടെ ഇരിപ്പുണ്ട് കേട്ടോ ഇതിന്റെയൊക്കെ എനിക്ക് തോന്നുന്നു ആ കല്ലെടുക്കുവാണെങ്കിൽ ഇച്ചിരി ഇവിടെ എടുത്തു എടുത്തോ അത് മുട്ടയാണോ ഇത് മധുരം കൂടുതലാണ് അപ്പൊ അറ്റത്ത് ഇച്ചിരി ഇച്ചിരി ആണല്ലോ നോക്കണ്ട കുഴപ്പമില്ല തേൻ കട്ടയാത് മധു ഹണി കട്ട ഓരോ റാതലെടുക്കുമ്പോ